إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കൽപ്പനകളും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന മുത്തക്കികളായി തീരണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആരോഗ്യം എന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. എന്തൊക്കെ എത്രയൊക്കെ ഉണ്ടായിരുന്നാലും ആരോഗ്യത്തിലുണ്ടാകുന്ന ശോഷണം, അതിനുണ്ടാകുന്ന പരിക്കുകൾ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും നല്ല തിരിച്ചറിവുണ്ട്. ആരോഗ്യത്തിലുണ്ടാകുന്ന ഏതൊരു പരിക്കും അത് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഏറെ ഭീകരമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് കേടുപാട് വരാതിരിക്കാൻ നമ്മൾ ഏറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പലപ്പോഴും നമുക്കൊക്കെ വലിയ മടിയാണ്. നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന പല അപകടങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് നമുക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ആരോഗ്യത്തിന് കേടുപാടൊന്നും ഉണ്ടാവരുതേ. ഓരോരുത്തരുടെ അവസ്ഥകളും രോഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കും, ആഗ്രഹിക്കും ചെയ്യും. പക്ഷെ ആരോഗ്യത്തിന് കേടുപാടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കതിൽ സാധിക്കാറില്ല, താല്പര്യം തോന്നാറില്ല. കൂടുതൽ അപകടങ്ങളിലേക്ക് നമ്മുടെ ആരോഗ്യത്തെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാം ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ആരോഗ്യവാനായി ജീവിക്കുക എന്നത് ഏറ്റവും കൂടുതൽ നിഷ്കർഷിക്കുന്ന മതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് ഞാൻ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഉത്തരങ്ങളിൽ ഒന്ന്, നല്ല ആരോഗ്യവാനായിരിക്കുവാൻ വേണ്ടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ശക്തനായ, കവിയായ, ആരോഗ്യവാനായ ഒരു മുസ്ലിം ദുർബലനായ വിശ്വാസിയേക്കാൾ പ്രിയപ്പെട്ടവനാണ് എന്നാണ്.
മാത്രമല്ല ഇസ്ലാമിന്റെ ആരാധനാ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വിശ്വാസ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വിധികളും വിലക്കുകളും ഒക്കെ ഒരു മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉപകരിക്കുന്ന രൂപത്തിലുള്ളതാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളെയൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങളാവട്ടെ, ഭക്ഷണക്രമങ്ങളാവട്ടെ, മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ആരോഗ്യത്തിന് ഹാനികരമാകുന്നതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പലപ്പോഴും അല്ലാഹു തആല മനുഷ്യനോട് അരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച കാര്യങ്ങളൊക്കെ മനുഷ്യന് ഹാനികരമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആരാധനാ കാര്യങ്ങൾ പോലും ഒരു മനുഷ്യന്റെ ശരീരത്തെ, ആരോഗ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പകല് മുഴുവനും നോമ്പ് നോറ്റ്, രാത്രി മുഴുവനും നിസ്കരിച്ച് അങ്ങനെ ക്ഷീണിതനായ ഒരു വ്യക്തിയോട് ഇസ്ലാം പഠിപ്പിച്ചത് ഇങ്ങനെയല്ല ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നാണ്. നിനക്ക് നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഉറങ്ങണം, വിശ്രമിക്കണം. ശരീരത്തോട് ബാധ്യതയുണ്ട്. നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകളൊക്കെ നിർവഹിക്കണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരാൾ ആരാധനയിൽ പോയിട്ട് ചരഞ്ഞുകൂടുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമേ അല്ല. രാത്രി ദീർഘമായി നിസ്കരിച്ച് ആ നിസ്കാരത്തിൽ ക്ഷീണിച്ച് വീണ്ടും വീണ്ടും നിസ്കരിക്കുന്നവരോട് റസൂൽ പറഞ്ഞത്, നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ഉന്മേഷമുള്ള സമയത്ത് നിസ്കരിക്കുക, അല്ലാത്ത സമയത്ത് നിങ്ങൾ പോയിട്ട് കിടന്നുറങ്ങണമെന്നാണ്. നോമ്പ് നോൽക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കുന്ന ആളോട് റസൂൽ പറഞ്ഞത്, ഇങ്ങനെ നോമ്പ് നോൽക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ആരോഗ്യമുള്ള സമയത്താണ് നോമ്പ് നോൽക്കേണ്ടത്. ഹജ്ജ് അടക്കമുള്ള ഇസ്ലാമിന്റെ കർമ്മങ്ങളൊക്കെ, നമസ്കാരം എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ്. ആ നമസ്കാരം പോലും ഒരു മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട രൂപത്തിലാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. നിൽക്കാൻ കഴിയുള്ളവൻ നിന്ന് നിസ്കരിക്കണം. നിൽക്കാൻ കഴിവില്ലാത്ത ഒരാളെ രണ്ടാളിങ്ങനെ എക്സ്റേക്ക് എടുക്കാൻ വേണ്ടി നിർത്തുന്ന പോലെ താങ്ങി നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഓന് ഇരുന്ന് നിസ്കരിക്കാം. ഇരിക്കാനും പ്രയാസമാണെങ്കിൽ കിടന്ന് നിസ്കരിക്കാം. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനെ വിസ്മരിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരു കൽപ്പനയും മതത്തിന്റെ പേരിൽ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം. എന്നിരിക്കെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന അലസതയും, നമ്മൾ കാണിക്കുന്ന അജ്ഞതയും, നമ്മൾ കാണിക്കുന്ന അശ്രദ്ധയും അത് നമ്മളെ രോഗികളാക്കുമ്പോൾ, അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ തീർച്ചയായും നമ്മൾ കുറ്റവാളികളാണ്. ആത്മഹത്യയെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമപ്രകാരം ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവൻ നരകാവകാശിയാണ്. ആ ഭീകരമായ അവസ്ഥ നരകത്തിൽ അവൻ ആവർത്തിച്ച് അനുഭവിച്ചു കൊണ്ടേയിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് പറയുന്നിടത്ത് ആധുനിക പണ്ഡിതന്മാരുടെ ചില ഫത്വകൾ കാണാം. പുകവലിച്ച് ആ പുകവലി മൂലം ഒരാൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ വന്ന് അയാൾ മരണപ്പെടുമ്പോൾ അത് ആത്മഹത്യയുടെ കണക്കിലേക്ക് വരുമെന്നാണ്. കാരണം ആ മാരകമായ രോഗത്തിനെ അയാൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അവർ അതിന് നൽകുന്ന വ്യാഖ്യാനം. അതേപോലെ തന്നെ വിഷകരമായ വസ്തുക്കൾ, മനുഷ്യന്റെ ശരീരത്തിന് ഹാനികരമായ ഭക്ഷണങ്ങളും വസ്തുക്കളും കഴിച്ച് അത് ഹാനികരമാണ്, ദോഷമാണ് എന്നറിഞ്ഞിട്ടും അത് തുടർന്ന് അതിലൂടെ ഒരാൾ തൻ്റെ ശരീരത്തിനെ നശിപ്പിക്കുമ്പോൾ അയാൾ കുറ്റവാളിയാണ്, അയാൾ ചെയ്യുന്നത് കടുത്ത കുറ്റമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ, അതെൻ്റെ ശരീരമല്ലേ, അതെൻ്റെ ഇഷ്ടമല്ലേ, ഈ എൻ്റെ ശരീരത്തിൽ എനിക്ക് എത്രമാത്രം റോളുള്ളത്, ആ ശരീരത്തിൽ ഞാൻ എന്താ ഉണ്ടാക്കിയത്, ഈ ശരീരം ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണോ, എൻ്റേതെന്ന് പറയാൻ എനിക്കെന്ത് അധികാരമുള്ളത്? അതിൻ്റെ ഓരോ കോശങ്ങളെയും സൃഷ്ടിച്ച് അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തി അത് പ്രവർത്തിക്കുന്നവൻ പടച്ച റബ്ബ. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ അത് പടച്ച തമ്പുരാനാണ്. ആ റബ്ബ് തന്ന ശരീരമാണ്, ആ റബ്ബ് തന്ന ജീവിതമാണ്. അതിന് അല്ലാഹു തആല നിശ്ചയിച്ച മാർഗമാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം. അതിന് ദോഷകരമാകുന്നത് പലപ്പോഴും നമ്മുടെ ശരീരങ്ങളെ രോഗിയാക്കി മാറ്റുന്നതിൽ നമ്മുടെ പങ്ക് വളരെ വലുതാണ്. ഇനി എന്താണ് ആരോഗ്യം? അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുക. എന്താണ് ആരോഗ്യം? പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കാറ്, നമ്മളൊക്കെ പറയാറ് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്നാണ്. അൽഹംദുലില്ലാഹ്, അസുഖങ്ങളൊന്നുമില്ല, ആരോഗ്യവാനാണ്.
സത്യത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ അല്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഒന്നു ചേർന്ന ഒരു വേദിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO എന്ന് പറയും. ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ് ആരോഗ്യം എന്ന് നിർവചിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഒരു മനുഷ്യന്റെ സമ്പൂർണമായ ശാരീരികം, മാനസികം, സാമൂഹികം, സാമ്പത്തികം ഈ 4 കാര്യങ്ങളിലുമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല വെൽബീയിങ് എന്ന് പറയാം, ഏറ്റവും നല്ല അവസ്ഥ, അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഒരാൾ ശാരീരികമായി അയാൾ നല്ല അവസ്ഥയിലാണ്, മാനസികമായി അയാൾ നല്ല അവസ്ഥയിലാണ്, മറ്റുള്ളവരോടുള്ള അയാളുടെ പെരുമാറ്റം, കുടുംബം, ബന്ധങ്ങൾ, അയൽക്കാർ, നാട്ടുകാർ, തൻ്റെ ചുറ്റുപാടുള്ളവർ, അവരോടുള്ള പെരുമാറ്റം നല്ല അവസ്ഥയിലാണ്, അയാളുടെ സാമ്പത്തിക സ്ഥിതി നല്ല അവസ്ഥയിലാണ്. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് അയാളെ ആരോഗ്യവാൻ എന്ന് വിളിക്കാൻ പറ്റുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. ശരീരം മാത്രം നല്ല മസിലുകളൊക്കെ ഉള്ള നല്ല നല്ല ബലവാന്മാരായ ആളുകൾ മാനസികമായ തകരാറാണെങ്കിൽ അതിന്റെ പ്രയാസം എത്രയാണ്? ഇനി ഒരു മനുഷ്യൻ മാനസികമായിട്ട് കുഴപ്പമൊന്നുമില്ല, ശാരീരികമായിട്ട് കുഴപ്പമില്ല, പക്ഷെ വീട്ടുകാർക്കും കുടുംബത്തിനും അയൽക്കാർക്കും ഒക്കെ അയാൾ നിരന്തരം ശല്യമാണെങ്കിൽ അയാൾ എങ്ങനെ ആരോഗ്യവാനാവും? അപ്പോ ഈ രൂപത്തിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് അയാൾ ആരോഗ്യവാനാകുന്നത്. ഇസ്ലാം ഒരു അത്ഭുതമാണ്. ഈ പറയപ്പെട്ട ഏത് കാര്യം 4 കാര്യങ്ങളിലും മനുഷ്യന്റെ ശാരീരികമായ മനുഷ്യന്റെ സുസ്ഥിതിക്ക് ആവശ്യമായ കാര്യങ്ങൾ മതത്തിന്റെ നിയമം എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഭക്ഷണം കഴിക്കണം, അത് എത്ര കഴിക്കണം, അത് എന്തൊക്കെ കഴിക്കണം, അത് എങ്ങനെ കഴിക്കണം, വെള്ളം കുടിക്കണം, അത് എത്ര കുടിക്കണം, വായു, വൃത്തി, മനുഷ്യന്റെ ശാരീരിക അവസ്ഥകൾ ഒക്കെ എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. രാത്രി ഉറങ്ങണം. ഇന്ന് വർത്തമാനകാലത്ത് ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസികമായ സമ്മർദ്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാത്രിയിലെ ഉറക്കമൊഴിക്കലുകളാണ് എന്നത് കൃത്യമായ പഠന റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരിക. രാത്രി ഉറങ്ങാതെ തെരുവിലേക്ക് ഇറങ്ങുക, പാതിരാത്രിയിലൊക്കെ അങ്ങനെ കറങ്ങി നടക്കുക, രാവിലെ ഇത്തിരി ഉറങ്ങുക, ജോലിക്ക് പോവുക, ഇതൊരു ജീവിതത്തിന്റെ സ്റ്റൈലായി മാറുമ്പോൾ അത് മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ കുറച്ചൊന്നുമല്ല. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ രാത്രിയെ അള്ളാഹു നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലം. ലൈറ്റൊക്കെ ഓഫാക്കി, ചൂടൊക്കെ കുറച്ച്, അന്തരീക്ഷമൊക്കെ ശാന്തമാക്കി, തണുപ്പിച്ച് അള്ളാഹു രാത്രിയെ തന്നതേ വിശ്രമിക്കാനാ, ഉറങ്ങാനാ, പകല് അധ്വാനിക്കാനാണ്. അത് നമ്മൾ തലകുത്തനെ മാറ്റിമറിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായ ആരോഗ്യം നിലനിർത്താൻ ഇസ്ലാം കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഇസ്ലാമിന്റെ ഭക്ഷണക്രമങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം ആവശ്യമായ സ്ഥലത്തിന്റെ 1/3 ഭക്ഷണം കഴിക്കണം. അത്രയും തന്നെ നിങ്ങൾ വെള്ളത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത്രയും തന്നെ നിങ്ങൾ വായുവിന് വേണ്ടി മാറ്റിവെക്കണം. കൃത്യമായ ഭക്ഷണക്രമം. ഇടക്കിടക്ക് നോമ്പ് നോറ്റ് നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ദഹന വ്യവസ്ഥകൾക്കും നമ്മൾ വിശ്രമം കൊടുക്കണം. കൃത്യമായിട്ടാണ് ഇസ്ലാമിൻ്റെ ശാരീരികമായ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ മാനസികമായ കാര്യം. ഒരു മനുഷ്യന്റെ മനസ്സ് സ്വസ്ഥമാകൽ എപ്പോഴാണ്? നിങ്ങൾ എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒരാത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ മനസ്സ് സ്വസ്ഥമാവുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ, എൻ്റെ ഒരു വിഷയത്തിൽ എനിക്ക് ആത്മവിശ്വാസ കുറവുണ്ടെങ്കിൽ എനിക്ക് അസ്വസ്ഥതയ്ക്കാരം. എൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലോ, എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ, എൻ്റെ വീട്ടുകാരുടെ കാര്യത്തിലോ, എൻ്റെ മക്കളുടെ കാര്യത്തിലോ, എൻ്റെ ബിസിനസ്സിലോ, എവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് ചെറിയ ഒരു ആത്മവിശ്വാസ കുറവുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഞാൻ അസ്വസ്ഥനായിക്കാരം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇസ്ലാം അവന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ആത്മവിശ്വാസമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അത് മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന. എന്താ കാരണം? എനിക്കെന്തൊക്കെ കുറവുണ്ടെങ്കിലും, എനിക്കെന്തൊക്കെ കഴിവ് കുറവുണ്ടെങ്കിലും, എനിക്കെന്തൊക്കെ ന്യൂനത ഉണ്ടെങ്കിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. തീർത്താൽ തീരാത്ത സമ്പത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ
എണ്ണിയാൽ ഒടുങ്ങാത്ത ഖജനാവുകളുടെ ഉടമസ്ഥനായ റബ്ബിന്റെ അടിമയാണ് ഞാൻ. എൻ്റെ അടുത്തുള്ളതൊക്കെ റബ്ബ് തന്നതാ, എനിക്ക് കിട്ടിയതൊക്കെ റബ്ബ് തന്നതാ. ഇനി എനിക്ക് തരാൻ എൻ്റെ റബ്ബിന് യാതൊരു കുറവുമില്ല. അങ്ങനത്തെ റബ്ബിന്റെ കൂടെ ഉണ്ട്. ആ വിശ്വാസമാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ആത്മവിശ്വാസം കൊടുക്കുക. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മുടെ ചുറ്റുഭാഗത്ത് ആരൊക്കെ നമുക്കുണ്ടെങ്കിലും, ശത്രുവാണെങ്കിലും ഉപദ്രവമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ മനസ്സ് സ്വസ്ഥയിക്കാറും. കാരണം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അല്ലദീന ആമനു വല യൽബിസു ഈമാനഹും ബിഗുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ശരിക്ക് തൗഹീദുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് സത്യത്തിന് നിർഭയത്വം ഉണ്ടാവുക. നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ. മറ്റവർക്ക് ഇങ്ങനെ പേടിയേക്കാറ്, അവിടെ ഇപ്പം എന്താവുക, ഇതിപ്പോൾ എന്താവുക, അതെന്താണ് ആകുക, അവലെ ഇങ്ങനെ ആയ എന്താകുക, എല്ലാത്തിനെ കുറിച്ചും അസ്വസ്ഥതയേക്കാരം. അപ്പൊ വിശ്വാസം, ശരിയായ വിശ്വാസം മനുഷ്യന്റെ മാനസികമായ സ്വസ്ഥതയ്ക്ക് അനിവാര്യമാണ്. മൂന്നാമത്തേത് സാമൂഹികം. ഇസ്ലാമിന്റെ സാമൂഹിക നിയമങ്ങൾ എത്രമാത്രം മനോഹരമാണല്ലേ. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന, മറ്റുള്ള ആളുകളൊക്കെ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും അഥവാ അവന്റെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളോ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവർ നിർഭയരായിരിക്കണം. എന്നെക്കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അവർ ശല്യമായിട്ട്, ഒരു പേടിയായിട്ട് അവരെന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം പൂർണ്ണമല്ല. അഥവാ ഞാനൊരു ശരിയായ മുസ്ലിം ആവണമെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളോടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിലാവണം. കുടുംബങ്ങളോട് ആ രൂപത്തിൽ, അയൽക്കാരോട് ആ രൂപത്തിൽ, ബന്ധുക്കളോട് ആ രൂപത്തിൽ, നാട്ടുകാരോട് ആ രൂപത്തിൽ, അവരോടുള്ള എൻ്റെ പെരുമാറ്റം ഏറ്റവും നല്ല രൂപത്തിലാവണം. അപ്പോഴേ ഞാൻ മുസ്ലിമിനാവുള്ളൂ. അതിന് എൻ്റെ വീടിൻ്റെ മതിൽ ഞാൻ കെട്ടി ഉയർത്തുമ്പോൾ എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരം തടയാൻ പാടില്ല എന്നാ. അതായത് എന്റെ പൈസ കൊണ്ടല്ലേ മതിൽ കെട്ടിയാൽ എനിക്കെന്താ, അതിന്റെ അപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ പോലും കൊണ്ടുപോകാൻ കഴിയാതെ സാധു അപ്പുറത്ത് ഒതുങ്ങി ജീവിക്കാം. എന്റെ സ്ഥലത്തല്ലേ, എനിക്ക് കെട്ടിക്കൂടെ? എന്തിന്റെ സ്ഥലം? ഞാൻ വന്നപ്പോ കൊടുന്നതാ, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോണതാ അല്ലേ? അപ്പുറത്തിന്റെ കക്കൂസിന്റെ ടാങ്ക് ഇപ്പുറത്തെ കിണറിന്റെ 1.5 മീറ്റർ മതിലിന്റെ അപ്പുറത്താ. എന്റെ സ്ഥലത്തല്ലേ, ഞാൻ കുത്തും അല്ലേ? അപ്പോ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റം ഒരു മുസ്ലിമിന്റെ ഭാഗത്തുണ്ടാവണം എന്ന് അള്ളാഹ് കൽപ്പിക്കാൻ. ആ അള്ളാഹുവിന്റെ ദീന് കൽപ്പിച്ച സാമൂഹിക പ്രവർത്തനങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ അത് പുലർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ നല്ല ആരോഗ്യത്തിന്റെ ഭാഗമാണ്. നാലാമത്തേത് സാമ്പത്തികമാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമങ്ങൾ എത്ര മനോഹരല്ലേ. എൻ്റെ വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ നിന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് ചോറ് വിളമ്പിക്കൊടുക്കും മുമ്പ് എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിൽ നിങ്ങൾ ചോറുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈമാൻ ഒന്നിനും പറ്റാത്ത ഈമാനാണ് എന്ന് പഠിപ്പിച്ച മതം നമ്മുടെ മതം. സക്കാത്തും സ്വതക്കയും സാമ്പത്തികമായ വിനിമയങ്ങളും എത്ര മനോഹരമാണല്ലേ. അപ്പോ ലോക ആരോഗ്യ സംഘടന കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീയിങ് എന്ന് പറഞ്ഞ് ശാരീരികം, മാനസികം, സാമൂഹികം, സാമ്പത്തികം, ഈ 4 കാര്യങ്ങളിലും ഒരു മനുഷ്യന് സുസ്ഥിതി ഉണ്ടെങ്കിൽ അവനെയാണ് ആരോഗ്യവാൻ എന്ന് വിളിക്കേണ്ടത്. അവനാണ് ആരോഗ്യവാൻ. അല്ലാത്തൊരു ഭാഗത്ത് കുറവുണ്ടാവും. എവിടെയെങ്കിലും നല്ല ജോലി ഉണ്ട്, നല്ല പൈസ ഉണ്ട്, നല്ല വീടൊക്കെ ഉണ്ട്, പക്ഷെ സമൂഹത്തിൽ ആരോട് യാതൊരു ബന്ധമല്ല, ആർക്കും എന്നിട്ട് കൊടുക്കൂല, ആരും എന്നിട്ട് ചോദിക്കൂല, ആരെ പ്രയാസം അവൻ്റെ മുറ്റത്ത് പോയി പറയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ ആരോഗ്യവാനല്ല. അവൻ്റെ മസിൽ എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും അവൻ ആരോഗ്യവാനല്ല അല്ലേ? അപ്പോ ഈ പറയപ്പെട്ട ആരോഗ്യമുള്ള ഒരാളായിട്ട് ജീവിക്കാൻ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് ഏറ്റവും പ്രേരണ ചെലുത്തുന്ന നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ മാത്രം പാലിക്കപ്പെട്ടാൽ നമുക്ക് ഒരാരോഗ്യമുള്ള നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും എന്നർത്ഥം. അത്രയും കൃത്യമായിട്ടാണ് ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ കൽപ്പിക്കുന്നത് മനുഷ്യരോട്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള നിയമങ്ങളല്ല, ലോകത്തിലെ ഏത് മനുഷ്യനും തർക്കമില്ലാതെ ഇസ്ലാം ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഈ 4 തലങ്ങളിൽ പഠിപ്പിച്ച നിയമങ്ങൾ ആരുടെ മുമ്പിലും നമുക്ക് കൃത്യമായിട്ട് സുതാര്യമായിട്ട് തുറന്നു വെക്കാം. ഗുണകാംക്ഷയോടുകൂടി അതിനെ നോക്കിക്കാണുന്ന ആരെ സംബന്ധിച്ചും അത് നന്മകൾ മാത്രമേ ഉണ്ടാക്കൂ. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ളവരായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഈ രംഗത്തൊക്കെ വരും.
അള്ളാഹു നമ്മളെ ലോകത്തിലേക്ക് പറഞ്ഞയച്ച തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയല്ലോ. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കും, സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കും, കുടുംബത്തിൽ നിന്ന് നമുക്ക് പരീക്ഷണം ഉണ്ടായേക്കും, നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷണം ഉണ്ടാവും. അതുണ്ടാവില്ല എന്നല്ല, അതുണ്ടാവും. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അവിടെ ക്ഷമയോടുകൂടി അതിനെ നേരിടാനും പറ്റണം. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത്. പേടി, വിശപ്പ്, പ്രിയപ്പെട്ടവരുടെ മരണം, സാമ്പത്തിക കാർഷിക നഷ്ടം, ഇതുകൊണ്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. നമ്മളെത്ര ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ ആ തീരുമാനങ്ങൾ അതിന്റെ മേലങ്ങട്ട് വരും. എത്ര നല്ല ആരോഗ്യത്തോടു കൂടി ശരീരത്തെ പോഷിപ്പിച്ചു കൊണ്ടു നടക്കുന്ന ആളുകൾ മാരകമായ രോഗത്തിന്റെ ഭാഗമാകുന്നത്, എണീക്കാൻ കഴിയാത്ത വിധം അപകടങ്ങളിൽ പെട്ടുപോകുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ? വലിയ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകൾ വെറും മണിക്കൂറുകൾ കൊണ്ട് ഒന്നുമല്ലാതായി തീരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നിനക്ക് ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളായിട്ട് കാണുകയും ആ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം നേടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് ഈ രംഗത്ത് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒരു കാര്യം തീർത്തു പറയട്ടെ, മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രവൃത്തിയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം പ്രവർത്തനങ്ങൾ കുറ്റകരമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കുറ്റകരമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ തുടങ്ങി ജീവിതശീലങ്ങളിലൂടെ, ശൈലികളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ തകർത്തു കളയുകയാണ് എന്ന് അവർക്കൊക്കെ അറിയാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം കടുത്ത കുറ്റമായി കാണാനുള്ള കാരണം ഇതാണ്. അപ്പം മാരകമായ രോഗങ്ങൾ ചുറ്റുഭാഗത്ത് ഇങ്ങനെ പതിയിരിക്കുന്ന ഒരു കാലത്ത് നമ്മളില്ലേ. അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ, നമ്മുടെ ഭാഗത്ത് നിന്ന് അതിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാനും പടച്ച റബ്ബ് അത്തരം കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാനും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാവരെയും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജനുവരി 15 നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. ലോകത്ത് പാലിയേറ്റീവ് സംവിധാനം ഏറ്റവും അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നടക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാടും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളൊക്കെ. എല്ലാ പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. മനുഷ്യന്റെ കഴിവുകേടിൻ്റെയും ദൗർബല്യത്തിൻ്റെയും നിസ്സഹായതയുടെയും ഏറ്റവും വലിയ അടയാളമാണ് സത്യത്തിൽ പാലിയേറ്റീവ് ചികിത്സാ സംവിധാനം. എന്തൊക്കെ നേടി എന്ന് മനുഷ്യൻ അവകാശപ്പെടുമ്പോഴും അവനെ ബാധിക്കുന്ന ചില രോഗങ്ങളും ചില അവസ്ഥകളും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് കരകയറാൻ മനുഷ്യന്റെ മുമ്പിൽ ഇപ്പോഴും ഒരു മാർഗവുമില്ല എന്ന് പച്ചക്ക് വിളിച്ചു പറയുന്ന സംവിധാനമാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം. ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത, വേദനകൾക്ക് ശമനമാകാൻ സാധിക്കുമെന്ന് ഉറപ്പില്ലാത്ത, ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് പറയാൻ ഉറപ്പില്ലാത്ത ആളുകളെ അവരെ ചികിത്സിക്കാൻ മരുന്നുകളോ സംവിധാനങ്ങളോ ഇതുവരെ മനുഷ്യന്റെ മുമ്പിലില്ല. അത്തരം ആളുകൾ അവരുടെ ശിഷ്ട ജീവിതകാലം സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കുക, അതാണ് പാലിയേറ്റീവ്. ഡോക്ടർമാർ പറയില്ലേ, ഇനി നിങ്ങൾ കൊണ്ടേക്കോളി, ഏതെങ്കിലുമൊക്കെ പാലിയേറ്റീവ് ചികിത്സയുമായിട്ട് അങ്ങനെ പോയാൽ മതി. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നൂറ്റാണ്ടുകളായി രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യൻ നടത്തിയ മുഴുവൻ ഗവേഷണങ്ങളും അവസാനിച്ചിടത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ്. ഇനി ആശ്വാസ ചികിത്സ. സത്യമായിട്ടും ഏതൊരു മനുഷ്യനും ഏറ്റവും തകർന്നു പോകുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്
ഇത്തരം രോഗങ്ങൾക്ക് താൻ വിധേയനാണ് എന്ന തിരിച്ചറിവ്. അത് ഒരുപാട് കാലൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഒരു രോഗത്തിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു പേപ്പർ മടക്കി തരുമ്പോൾ ആ ഡോക്ടറുടെ മുഖത്ത് കാണുന്ന ഭാവഭേദങ്ങൾ പോലും നമ്മളെ തളർത്തി കളയും. അത്തരം മാരക രോഗങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് എന്ന സംവിധാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാവണം. മാറ്റി നിർത്താവുന്ന ഒന്നല്ല. നാളെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ആ പേരെഴുതിയ ഒരു വാഹനം വന്നു നിൽക്കില്ല പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല. പണ്ടൊക്കെ പാവപ്പെട്ടവര് പണക്കാരൊന്നുമില്ല, എല്ലാ വീട്ടുമുറ്റത്തും ഇതെത്തും. ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ രോഗി കിടക്കുന്നിടത്ത് മൂത്രത്തിന്റെ ഗന്ധം കേട്ടപ്പോൾ വീട്ടുകാർ പറഞ്ഞത് പാലിയേറ്റീവിന്റെ ആളുകൾ ഇന്നലെ വരാന്ന് പറഞ്ഞിരുന്നു, അവർ വന്നിട്ടില്ല, അതുകൊണ്ട് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. എത്രമേൽ അല്ലേ? ആ വീടും കുടുംബവും പടുത്തുയർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ തളർന്നു കിടക്കുമ്പോൾ ആ മനുഷ്യനെ മൂത്രത്തിൽ നിന്ന് മാറ്റിക്കിടത്താൻ പോലും ആ വീട്ടുകാർ അശക്തരാവാണ്. അത് ആ വീട്ടുകാർ മാത്രമല്ല, നമ്മളൊക്കെ അങ്ങനെ കാരണം. ഇപ്പം ഞാനൊക്കെ കടന്നാൽ എന്നെയൊക്കെ ഒന്ന് മാറ്റിക്കിടത്താൻ മാത്രം ആരോഗ്യം എത്ര ആളാ ഇപ്പം എൻ്റെ വീട്ടിലുണ്ടാവുക? നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലുണ്ടാവുക, ഒന്ന് തിരിച്ചു കടത്താൻ, ഒന്ന് മറിച്ച് കടത്താൻ. അപ്പം പുറത്തുനിന്ന് ഒരാളെ നമ്മളൊക്കെ കാത്തുക്കും അല്ലേ? അവിടെയാണ് പാലിയേറ്റീവ് സംവിധാനം ഒരു വലിയ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പാലിയേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ആശ്വസിപ്പിക്കലാണ്. രോഗം ബാധിച്ച ഒരാൾ, അയാൾക്ക് ആദ്യം സംഭവിക്കുന്ന അപകടം എന്താ അറിയോ? അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അയാളെ സമാധാനിപ്പിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗചികിത്സ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യമായിട്ട് ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് പനിച്ച് വിറച്ചിട്ടാ അല്ലേ? ഹിറാ ഗുഹയിൽ നിന്ന് പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ കുന്നിന്റെ മേലെ നിന്ന് ഓടി ഇറങ്ങിയിട്ടേ വീട് വരെ റസൂൽ ഓടുകയാണ്. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഓടുക. ഓടിയിട്ട് വീട്ടിലെത്തുമ്പോൾ തുള്ളി പനിക്കുന്നുണ്ട്, വിറച്ച് പനിക്കുന്നുണ്ട്. ആ പനിച്ചു വറച്ചു വന്ന റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയോട് പറയാണ്, സമ്മിലൂനി, ഖദീജ എന്തോ വല്ലാതെ ഒരു പുതപ്പ് കൊണ്ട് മൂടിക്കൊണ്ട. പരിഭ്രാന്തിയാവാതെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ കൊണ്ടുപോയി കിടത്തി ഒരു പുതപ്പ് കൊണ്ട് മൂടിക്കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. പ്രവാചകന്റെ വിറയും തുള്ളലുമൊക്കെ ഇത്തിരി തീർന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, എന്താ സംഭവിച്ചത്? ഖദീജ റളിയല്ലാഹു അൻഹ പക്വതയുള്ള ഒരു ഭാര്യയാവണം. അവിടെ അലറി വിളിക്കാതെ തന്റെ മുമ്പിലേക്ക് പേടിച്ചു വരച്ചു വന്ന ഭർത്താവിനെ കണ്ട് അതിലേറെ ഭയപ്പെട്ട് ആർത്തു വിളിക്കാതെ ഭർത്താവിനെ കിടത്തി സമാധാനിപ്പിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും വെള്ളവസ്ത്രധാരിയായ ഒരാൾ തന്റെ മുമ്പിൽ എത്തിയതും അയാൾ തന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചതും ഒക്കെ പിന്നെ അപ്രത്യക്ഷമായതും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. പ്രവാചകന് പേടി, തനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ സമാധാനിപ്പിച്ച് നോക്കിയേ, ഖല്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം അബ്ശിർ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ഒരാളല്ലല്ലോ. പ്രവാചകനൊക്കെ ആവുന്നതിന് മുമ്പാകട്ടോ. അബ്ശിർ, മനസ്സ് സന്തോഷിച്ചോളൂ, മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. അബ്ശിർ, സമാധാനിച്ചോളൂ. ഫവല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, ഒരു മാനസിക രോഗിയാക്കി, ഒരു ഭ്രാന്തനാക്കി അള്ളാഹു ഒരിക്കലും നിങ്ങളെ അപമാനിക്കൂല. ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ നബിയാണ് ഇതിന്റെ മുമ്പാട്ടോ. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സമാധാനിപ്പിക്കുന്ന രംഗം നോക്കിയേ. പടച്ചോൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കൂല, ഇടങ്ങേറാക്കൂല. കാരണം ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ എന്തിലൊക്കെ തോന്നിയാസം കാട്ടി ജീവിക്കുന്ന ആളല്ലല്ലോ. ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ആളല്ലേ. വതഹ്മിലുൽ കൽ, ദുർബലരായ പാവപ്പെട്ട മനുഷ്യന്മാരെ എമ്പാടും സഹായിക്കുന്ന ആളല്ലേ. വതക്സിബുൽ മഅദൂം, ഒന്നുമില്ലാത്തവർക്ക് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഭാഗം നൽകി അവരുടെ വിശപ്പടക്കുന്ന ആളല്ലേ നിങ്ങൾ. വതഖരി അല്ലാഹ്,
അതിഥികളെ ആദരിക്കുന്ന ആളല്ലേ നിങ്ങൾ? വളരെ പ്രയാസമുള്ള സമയങ്ങളിൽ, വളരെ കഠിനമായ സമയങ്ങളിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുന്ന ആളല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ബേജാറാവണ്? നിങ്ങൾക്കൊന്നും പറ്റൂല, സമാധാനിച്ചോളി. നോക്കി, നിങ്ങൾ ഒരു സമാധാനിപ്പിക്കൽ, ഒരു ഭാര്യക്ക് തൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് അത് അല്ലേ? എത്ര മനോഹരമായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ആ കാര്യം കൈകാര്യം ചെയ്യണല്ലേ? പൊന്നാര മനുഷ്യ, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആ കാട്ടുകൂടി ഇറങ്ങി നടക്കരുതെന്ന്? പല പാമ്പൊക്കെ കടിച്ചാൽ എത്ര വട്ടം ഞാൻ പറഞ്ഞതാ. ഇപ്പൊ പാമ്പ് കടിച്ചാൽ 2 ദിവസം കൊണ്ടാ മനുഷ്യന്മാർ മരിച്ചു പോണ്, ഇനി എന്താ പടച്ചോനെ ഞാൻ കാട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ഭാര്യയാണ് വീട്ടിലെങ്കിലേ പാമ്പൊന്നും കടിക്കേണ്ട, അല്ലാതെ തന്നെ മരിക്കും അല്ലേ? നോക്കൂ നിങ്ങൾ, ഖദീജ റളിയല്ലാഹു അൻഹ എത്ര മനോഹരമായിട്ടാ തൻ്റെ ഭർത്താവിനെ കൈകാര്യം ചെയ്യുന്നത്. അതെ, ഒരു രോഗിയെ നമുക്ക്, ആ രോഗിക്ക് മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഗതി തന്നെയാണ് സമാധാനിപ്പിക്കുക, ആശ്വാസം നൽകുക. ഒരു രോഗിയുടെ അടുത്ത് പോവുക അല്ലേ? ഈ അറബിയില്, ഇസ്ലാമില് രോഗസന്ദർശനത്തിന് ഇയാദത്തുൽ മരീദ് എന്നാ പറയാ. ഇയാദത്ത് ശരിക്ക് ഒരാളെ സന്ദർശിക്കുന്നതിന് സിയാറത്ത് എന്നാ പറയാ. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇയാദത്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു കണ്ടുപോരലല്ല, ജനങ്ങളുടെ കൂടെ നോക്കിയിട്ടാ പൈപ്പൊക്കെ ഇട്ട് കിടക്കുകയല്ലേ ഞാൻ പോകുന്നു, അങ്ങനെ കണ്ടുപോരലല്ല. അതൊരു ആശ്വസിപ്പിക്കല. ഇരിക്കണം, സംസാരിക്കണം, നല്ല വാക്ക് പറയണം. ഖദീജ റളിയല്ലാഹു അൻഹ ഈ പറഞ്ഞ പോലെ അയാളുടെ നന്മകൾ എടുത്തു പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല എന്ന അയാളുടെ മനസ്സിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. പലപ്പോഴും രോഗികളായി കഴിഞ്ഞാൽ സമൂഹത്തിലൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ആളുകൾ അവർ രോഗികളാകുമ്പോൾ ഒരു പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോവുക. മക്കൾക്ക് പോലും കുടുംബത്തിന് പോലും വേണ്ടാത്ത വിധം ഒറ്റപ്പെട്ട രൂപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ അത് അറിയണമെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തുന്ന വേണം. അതുകൊണ്ടാണ് ഇസ്ലാം ഈ വിഷയത്തിൽ ഇത്തിരി ഗൗരവത്തോടു കൂടി കണ്ടത്. രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശിച്ച് അയാൾക്ക് ആശ്വാസം കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുന്നത് പോലെയാണെന്നാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു വാക്കില്ലേ? പ്രവാചകൻ പറയുന്നുണ്ട്, അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളൊക്കെ ചോദിക്കും, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിക്കാഞ്ഞത്? ഞാൻ രോഗിയായപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിക്കാഞ്ഞത്? അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ചോദ്യം, മറുചോദ്യമുണ്ട് അല്ലേ? യാ ഇബ്നു ആദം, അള്ളാന്റെ ചോദ്യം കേട്ടോ. യാ ഇബ്നു ആദം, ആദമിന്റെ മകനെ, മരിളുത്തു ഫലം തഉദ്നി, ഞാൻ രോഗിയായിരുന്നു, എന്ത് നീ എൻ്റെ അടുത്ത് വരാഞ്ഞ്? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്, എങ്ങനെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കുക പടച്ചോനെ? അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള. ഈ അറിഞ്ഞില്ലേ, എൻ്റെ ചുറ്റുഭാഗത്ത് ഇന്ന ഒരാള്, ആളെ പേര് പറഞ്ഞിട്ടില്ല, മതവും ദീനും ഒന്നും പറഞ്ഞിട്ടില്ല, നിന്റെ പരിസരത്ത് ഇന്ന ഒരാൾ, ഫുലാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫുലാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ മലയാളത്തിൽ ഇന്നാലിന്ന ആളെന്ന് പറയില്ലേ, ഒരു പേര് പറയാതെ ഒരാളെ പറയില്ലേ, അതിന് പ്രയോഗിക്കുന്ന പദം അറബിയിൽ ഫുലാൻ എന്ന പദം. അപ്പൊ ഇന്നയാള് രോഗിയായ വിവരം നീ അറിഞ്ഞിരുന്നല്ലോ. ഫലം തഅ്ദുഹു, നീ അവനെ കാണാൻ പോയില്ല, സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജദത്നി ഇൻദ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നീ അവനെ കാണാൻ പോയിരുന്നെങ്കിൽ അവിടെ എന്നെ കാണായിരുന്നു. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുക, ആ രോഗിയെ ആശ്വസിപ്പിക്കുക എന്നത് എത്രമേൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പല രോഗികൾക്കും വലിയ ആശ്വാസം കിട്ടില്ല. എപ്പോഴറിയോ? ചില ആളുകൾ അവരെ സന്ദർശിക്കുമ്പോഴാണ്. അത് 2 തരത്തിൽ. ഒന്ന്, ഞാൻ ഇപ്പോഴും അവർക്കൊക്കെ വേണ്ടപ്പെട്ടവനാണല്ലോ, അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഞാനൊക്കെ ഉണ്ടല്ലോ എന്ന തോന്നല് ചെറിയ ആശ്വാസമല്ല. 2, ചില ആളുകൾ വീടുകളിലേക്ക് കയറി വരുമ്പോൾ അതൊരു വലിയ ഒരു നിഅമത്തായിട്ട് ആ വീട്ടുകാർക്ക് തന്നെ തോന്നും അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ശ്രദ്ധിക്കണം, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെങ്ങൾ? വലിയ പൈസയും വലിയ വീടും വലിയ വലിയ സ്ഥാനമാനമൊക്കെ ഉള്ള ആൾക്കാരല്ല. അൻഫഉഹും ലിന്നാസ്, ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ആൾക്കാർ. ചില ആൾക്കാർ വരുമ്പോൾ ഒരാശ്വാസ, മൂപ്പര് വന്നിക്കണ്. ചില ആൾക്കാരെ കണ്ടാൽ, ചില ആൾക്കാരെ ഓർമ്മ പോലും നമുക്ക് ആശ്വാസം. അവരെ അള്ളാഹ്ക്ക് ഇഷ്ടം അല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കല്ലേ അവരൊന്ന് വന്നെങ്കിൽ,
അവർ നിന്നെപ്പറ്റി ചോദിച്ചെങ്കിൽ, അവരൊന്ന് ഇവിടെ ഈ വഴിക്ക് പോയെങ്കിൽ, അവരൊന്ന് കണ്ടെങ്കിൽ കേട്ടെങ്കിൽ എന്ന് ആശ്രയിക്കാറില്ലേ? നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെ ജനങ്ങൾക്ക് നമ്മളൊരു ഉപകാരമാവണം. അവരെ കൊണ്ട് നമുക്കെന്താ കിട്ടുകയെന്നല്ല, ഞാൻ പോനെ 10 റുപ്യ കൊടുത്താൽ എത്താ മോനെ നിനക്ക് കിട്ടുക, ഞാൻ പോനെ അങ്ങനെ ചെയ്താൽ എനിക്കെന്താ കിട്ടുക എന്ന ചോദ്യം എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവോ അന്ന് നമ്മൾ സൈഡായി, ഒന്നിനും പറ്റാത്തവനായി. നമ്മൾക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അംഫഅഹും ലിന്നാസ് അല്ലേ? അപ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ആ രോഗി, ഇപ്പം എനിക്കൊക്കെ അറിയാം, എൻ്റെ വീട്ടിലൊരിക്കൽ എൻ്റെ വല്യമ്മ രോഗിയായി കിടക്കുന്ന കാലത്ത്, അവസാന കാലഘട്ടങ്ങളിൽ അങ്ങനെ ആളുകൾ ഇങ്ങനെ കാണാൻ വരും. പല ആളുകളും അങ്ങനെ വീട്ടിൽ ദിവസങ്ങൾ പാർക്കും. പക്ഷേ ഭക്ഷണത്തിന് വലിയ പട്ടിണിയുള്ള കാലമാണ്, പ്രാരാബ്ധത്തിൻ്റെ, ഒരു വാപ്പാൻ്റെ കൂലിപ്പണി കൊണ്ട് കുടുംബം പോറ്റുന്ന പ്രയാസത്തിൻ്റെ കാലത്ത് ഇവരൊക്കെ വന്ന് പാർക്കുമ്പോൾ അവിടെ അടുക്കളയിലെ ടെൻഷൻ നമ്മൾ ശരിക്കും അറിയാറുണ്ട്. പക്ഷെ ചില ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്നിങ്ങനെ നോക്കും, അടുക്കളയിൽ കൂടെയൊക്കെ നോക്കിയിട്ട് പാത്രമൊക്കെ തുറന്നു നോക്കിയിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് കാണാം ഒരു 10 കിലോ അരിയോ 2 കിലോ അവലുണ്ട പാക്കറ്റൊക്കെ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ വരുന്നു. ആ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന അത് കേൾക്കുമ്പോൾ ആ രോഗി, ഒരു കുടുംബനാഥനൊക്കെ തളർന്നു കിടക്കുമ്പോൾ ആ വീട്ടിന് താങ്ങാവാൻ ആളുകളുണ്ട്, എൻ്റെ കണ്ണടഞ്ഞാലും എൻ്റെ കുടുംബം അനാഥമാവുകയില്ല എന്ന തോന്നലുണ്ടാക്കുന്ന, അത് ചെറിയ ആശ്വാസമൊന്നുമല്ല, അതൊരു വലിയ ആശ്വാസം അല്ലേ? അതേപോലെ വൽ കലിമത്തു ത്വയ്യിബു സ്വദഖത്തുൻ, കലിമത്തു ത്വയ്യിബ്, രോഗിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും നെഗറ്റീവ് സംസാരിക്കരുത്, ഒന്നും സംസാരിക്കരുത്. ആ രോഗിയുടെ അടുത്തുനിന്ന് ഏറ്റവും നല്ല വാക്ക് മാത്രം സംസാരിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാം, അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നല്ലത് പറയാം, അദ്ദേഹത്തിൻ്റെ നല്ല മാറ്റങ്ങളെക്കുറിച്ച് പറയാം, അദ്ദേഹത്തിന് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുക അല്ലേ? ഒരു രോഗിൻ്റെ അടുത്ത് ഇരുന്ന് നമ്മൾ പറയുന്ന സംസാരം ഉണ്ടല്ലോ, പടച്ചോൻ്റെ അടുത്ത് ഇരുന്ന് പറയുന്ന സംസാരം പോലെയാണ്. അത്ര പുണ്യമുള്ള കാര്യമാണ്. ഖുർആനൊക്കെ അല്ലെങ്കിൽ നല്ല വർത്താനങ്ങളൊക്കെ നല്ല പ്രാർത്ഥനകളൊക്കെ ആ രോഗിയുടെ അടുത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങാൻ കാരണമാകുന്ന ഇടങ്ങളാണ്. അപ്പോൾ രോഗിയുടെ അടുത്ത് ചെന്നാൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അവിടെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത കാര്യങ്ങൾ, തർക്കങ്ങൾ, ചില ആളുകളൊക്കെ രോഗിയുടെ അടുത്ത് വെച്ചൊക്കെ വളരെ ആ രോഗി കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അയാൾക്ക് ബോധം ഉണ്ടാവും, ഒരുപക്ഷെ കണ്ണടച്ച് കിടക്കുന്നുണ്ടാവും, പക്ഷേ ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോഴൊക്കെ അയാൾ അനുഭവിക്കുന്ന ഈ പ്രത്യേകിച്ച് ഈ ക്യാൻസർ പോലുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവസാന സെക്കൻഡ് വരെ ബോധത്തോടു കൂടിയിരിക്കും. ആ അവസ്ഥയിൽ അവർ അനുഭവിക്കുന്ന തീഷ്ണമായ ശാരീരിക വേദനയ്ക്കപ്പുറം പുറത്തു നിന്ന് കേൾക്കേണ്ടി വരുന്ന ഇത്തരം വാക്കുകൾ കൂടി താങ്ങാനാവില്ല. എന്നാൽ താങ്ങില്ലാതെ വേറെ നിർവാഹമില്ല. പക്ഷെ നമുക്കവിടെ ചെയ്യേണ്ടത് ഇയാദത്തുൽ മരീദ്, അതൊരു വലിയ പ്രക്രിയ. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കൊക്കെ തന്നെ ഈ പാലിയേറ്റീവ് സംവിധാനവുമായിട്ട് ബന്ധപ്പെടാവുന്നവരൊക്കെ അതിനായിട്ട് പ്രത്യേകിച്ച് ആരും ആക്കിയിട്ടില്ല. അതൊരു ശമ്പളം കൊടുക്കുന്ന, അതിനൊരു ഡോക്ടറോ നഴ്സോ ഒക്കെ ചിലപ്പോൾ ശമ്പളം പറ്റുന്നുണ്ടാവാം. അതിൻ്റെ കൂടെയുള്ളവരൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമുക്കും പോകാം, പറയാം, ഒരു ദിവസം ഞാനുണ്ട് കേട്ടോ, ഇനിയും കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മോളെ പാലിയേറ്റീവായിട്ട് കൂട്ടണം കേട്ടോ. നല്ലതാ. ഒന്നുകിൽ ബാപ്പ പെരിയിൽ കിടക്കുമ്പോൾ ആ മൂത്രത്തിൻ്റെ ട്യൂബെങ്കിലും വേറൊരാളെ കാത്തിക്കാതെ മാറ്റാൻ ഒരാൾ പെരിയിലുണ്ടെങ്കിലേ വലിയ കുഴപ്പമില്ലാതെ കിടക്കാം. ഇതൊക്കെ ജീവിതത്തിൻ്റെ അനിവാര്യതകളാണ്, മറക്കരുത്. അള്ളാഹു തആല മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിസ്സഹായതകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നിശ്ചയിച്ച ആയുസ് അത്രയും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. ആളുകളെ അവരോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറാനും പരിചരിക്കേണ്ട രൂപത്തിൽ പരിചരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും മാനസികമായ വിശാലത നൽകുമാറാവട്ടെ. നമ്മളും രോഗിയായി കിടക്കുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന കുടുംബത്തിനും ബന്ധങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അള്ളാഹു മാനസികമായ വിശാലത ചെയ്തു കൊടുക്കുമാറാവട്ടെ. വെറുക്കപ്പെട്ട അവഗണിക്കപ്പെട്ടവനായി ഈ ലോകത്ത് കിടക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.